മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ പൊൻചുരികയിൽ വേട്ടയ്ക്കൊരു മകന് ആഗ്രഹം തോന്നി. ചുരിക തനിക്ക് വേണമെന്നും പകരം എന്തും ചെയ്യാമെന്നായി. മഹാവിഷ്ണു ഓരോ ഒഴിവുകളും പറഞ്ഞ് വേട്ടയ്ക്കൊരു മകൻ്റെ ആഗ്രഹം വർദ്ധിപ്പിച്ചു. ഒടുവിൽ മഹാവിഷ്ണു പറഞ്ഞു, നിർബന്ധമാണെങ്കിൽ ചുരിക തരാം, പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സംരക്ഷകനായി ഇരുന്നാൽ ചുരിക ഒരിക്കലും താഴെ വെക്കില്ലെന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ ചുരിക തരാമെന്ന് വൃദ്ധൻ മറുപടി പറഞ്ഞു. കിരാതസുനുവിന് സത്യം ചെയ്യേണ്ടി വന്നു. കാട്ടാളത്തം നിറഞ്ഞാടിയ ശൈവാംശ ബാലന് മഹാവിഷ്ണു ജ്ഞാനമാകുന്ന പൊൻചുരിക നൽകി അനുഗ്രഹിച്ചു. വൃദ്ധനായി വന്നത് മഹാവിഷ്ണു ആണെന്നറിഞ്ഞ കിരാതസുനു മാപ്പു പറഞ്ഞു. പിന്നീട് പലയിടങ്ങളിലും സഞ്ചരിച്ച്